കാണണ്ട തന്നെയാ. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. என்னது சிங்கம் நன்னா இருக்கு. ഇതെന്താണത്? ബന്നോ? വെറുതെ ചിരിപ്പിക്കരുത്. ഇയാൾക്ക് എന്താണ് വയ്യേ? ദൈവം രണ്ടെണ്ണം ഒന്നും എനിക്ക് കൊണ്ട. നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഒരു ചെവി എനിക്കും കണ്ടത്. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടർഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. അത് ബ്ലഡ് ആണോ? അതില് ബ്ലഡ് വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. ചെവി അടിയുടെ ആകെ 2 ചെവികളുള്ളത്. സിനിമയിലേക്ക് വരുമ്പോ നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ ഫാമിലി. ആ വെരി നോർമൽ റിവെഞ്ച്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പിന്നെ അതിൽ നിന്ന് വരുന്ന അഗ്രഷൻ, വയലൻസ്, പിന്നെ പാസം, സെന്റിമെന്റ്സ്, പാസം. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. വെരി പ്രെഡിക്റ്റബിൾ. സാധാരണ ഇങ്ങനത്തെ സിനിമയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ പാക്കേജുകളും ഉള്ള. അതെ, അതാണ് ഇതിന്റെ കഥ. കലർന്നിട്ടുള്ള സിനിമ. അതാണ് ഇതിന്റെ കഥ. അല്ലടാ അല്ലടാ ആണ് എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ. അല്ലടാ കഥ എന്ന് പറയുന്നത് ഈ ഫാമിലി പാസം തന്നെയാണ്. അച്ഛൻ തിരുമേനി പറഞ്ഞതിൽ കാര്യണ്ടേ. അതിന് ഈ ഫാമിലി പാസവും പിന്നെ ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലാവും. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവനോട് ഉണ്ടാക്കും. സോ കഥയിലോട്ട് വരുമ്പോ അങ്ങനത്തെ ഒരു എന്താ പറയാ ഫ്രഷ് എലമെന്റ്സ് ഒന്നും കഥയ്ക്കകത്തില്ല. പക്ഷെ അവൻ ഇത്രയും പ്രതികാരദാഹിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പ്രകാശന്റെ പ്രതികാരം വരട്ടെ. അതെ, വരട്ടെ. വെരി നോർമൽ ബേസിക് സാധനം തന്നെ ഈ റിവെഞ്ച് സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ആൻഡ് പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി പാസം തോന്നിയത് ഈ സിനിമയ്ക്കാണ്. ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണേട്ടാ. ഇവനെ കൊന്നാലാ. ഇത് സെന്റിമെന്റ് സീന് എനിക്ക് പേഴ്സണലി ഒട്ടും എവിടെയും ഒരു സെന്റിമെന്റ്സും കണക്ട് ആയിട്ടില്ല. എനിക്ക് വയലൻസ് പിന്നെയും കണക്ട് ആയി, സെന്റിമെന്റ്സ് ഒട്ടും കണക്ട് ആയില്ലല്ലോ. അത് മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത കിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. വയലൻസ് പാടാണ്. അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം എന്ന് വെച്ചിട്ട് കുറെ വയലൻസ് അതിൽ കുത്തിക്കയറ്റിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സ്ഥലത്തും വയലൻസ് മുളച്ചിക്കണമല്ലോ. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പാസം എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ് ആ ഡ്രാമ പ്ലോട്ട് എനിക്ക് വർക്കായിട്ടില്ല. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി, ഇതേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫില് കംപ്ലീറ്റ് ബിൽഡപ്പ് കംപ്ലീറ്റ് ബിൽഡപ്പ്. ഒരാളെ ഒരു നായകൻ അടിക്കാൻ പോകുമ്പോ അടി കിട്ടിയ ഉടനെ ഇപ്പൊ ഇരുമ്പോണ്ട് അടി കിട്ടിയാലും കൈകൊണ്ട് അടി കിട്ടിയാലും ടൊമാറ്റോ പാക്കറ്റ് പൊട്ടണോ അതിൽ ചൊരപ്പൊക്കെ തന്നെ ഒരു തീർന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ചില സാധനങ്ങൾ വളരെ ശോകം. അതായത് ചില ഡയലോഗൊക്കെ ഉണ്ണിമൂന്തം പോയിട്ട് ചില സമയത്ത് അസ്ഥാനത്ത് പറഞ്ഞ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ വളരെ എന്തിനാണ് അവിടെ ആ ഡയലോഗ് പറഞ്ഞെന്നുള്ളത് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ സംഗതി. ഇനി ആരും സൂത്രം കാണിച്ചാ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. നന്നായിട്ടുണ്ട്. ഓവറോ? എത്ര ഓവറായി? ഇപ്പൊ ആരാ വാച്ച് ചെയ്യുന്നത്? 10 ലക്ഷം. 5 മതിയടാ. 10 ലക്ഷം തന്നിട്ട് നിന്റെ അനിയനെ കൊണ്ട് പോടാ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നടേശ ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയർ ആണ്. ഈ ദൃശ്യം കാണിക്കാൻ എന്നോട് നിർബന്ധിച്ച് നിർത്തിയത്. ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ. എന്താണ് ഇത്? என்ன தீவிரவாதியா நீ?
തീവ്രവാദിക്കും പോരാളിക്കും ഒരേ ഒരു വ്യത്യാസം എന്താ? അത് അന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. വെற்றி ജയിக்கிற വരയ്ക്കും തീവ്രവാദി, ജയിച്ചിട്ട പോരാളി. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.